എൻ്റെ പൊന്നു മക്കളെ, ഇന്നലെ 4 മണി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ അറിയുക, ഓരോ മിനിറ്റിലും ഇങ്ങനെ രേണുസുധീൻ്റെ വീഡിയോ ഇങ്ങനെ വന്നിട്ട്, അതായത് ആരോടോ പ്രതികാരം തീർക്കുന്ന പോലെയാണ്. അതിൻ്റെ അകത്ത് എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാമായിരുന്നു. അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. ആ ചെറുക്കനെ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആ ചെറുക്കൻ വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയോട് എങ്ങനെ പെരുമാറുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. ആ മൂത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്ത്രപരമായിട്ട് ഓനങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇനി ഇങ്ങനെ ഒരു പിന്നെ ആളില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ്. കാരണം അവർ പറ്റൂലപ്പാ, ഒരാളെ കൊണ്ടും പറ്റൂലായിരുന്നു. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നിൽക്കണം. അല്ലാതെ എന്ന് പറഞ്ഞ് ഇത് അഭിനയമാണോ? ഇത് അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അഭിനയമൊന്നുമല്ല. ഇത് കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ ആൾക്കാരോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന എന്തോ ഒരു ടെലിഫിലിം ഷൂട്ടിങ്ങാ ഇതോ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ സംഭവം ഏടിയ റിലീസാവുക ആരോടും പറയണ്ട കേട്ടോ, ആരും കേൾക്കണ്ട. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഇത് ഏടിയ റിലീസാവുക? ഞാൻ ഇവിടെയും കാണുന്നില്ല. ഈ ദാസനായാലും മറ്റവനായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ആടുന്നില്ല. ഇന്നാൾ കണ്ടിനി. ഇത് റിലീസ് ഏടിയാവുക? 335 മുടക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. നിങ്ങൾ അതൊന്നും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഏടിയ റിലീസാവുക എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരിത് തീർക്കേണ്ട പരിപാടിയോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. പൈസ നല്ലോണം കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢസംഘങ്ങളുണ്ടോ അത് മാത്രമേ അറിയണ്ടൂ. അതായത് ഇവരുടെയൊക്കെ പുറകിൽ ആരെങ്കിലും ഇനി ഭീഷണിയുണ്ടോ, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പിന്നെ ഇതുപോലെ ഇപ്പം എന്നാ പറയണ്ടത്, ഇതൊക്കെ ഒരു ഫിലിം, ഈ ഷോർട്ട് ഫിലിം എടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ മാത്രമാണോ? ചില ആൾക്ക് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒന്നുകിലും വലിയ ഭീഷണിയുള്ള സംഘങ്ങളുണ്ട്, അല്ലെങ്കിൽ രേണുസുധി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശരിക്കും കൊഞ്ഞനം കുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇമാതിരി പണി ആരും കൊടുക്കോടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒരു മിനിമം ക്വാളിറ്റി വേണ്ടേ? ഇവരെന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഇവരെന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത്. ആ വീഡിയോക്കാരെ വന്നിട്ട് കുറേ ആൾക്കാർ തെറി പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞു മക്കളെ, ആ വീഡിയോക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ആൾ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓന് വേണ്ടിയിട്ടൊന്നും അല്ല. അത് എന്ന് പറഞ്ഞാൽ രേണുസുധീൻ്റെ ആൾ തന്നെയാണ്. അത് കാണാനും അത് ഇതാക്കാനും നല്ല റീച്ചിൽ ഓടുന്നുണ്ടെന്ന് പറഞ്ഞാൽ രേണുവിന് അതിൻ്റെ അകത്തൊന്നും നല്ല പൈസ കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അയ്യോ അതാരാന്നപ്പോൾ പിന്നെ ഈ രേണുവിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത്. ഇന്നലെ ഒരുത്തൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ തിന്നാനെങ്കിലും വിടുമെന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് തിന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ പോയി ചോദിച്ചതാണ്. പിന്നെ ഡ്രസ്സിനെ പറ്റി ചോദിക്കുന്നു, കാലിനെ പറ്റി ചോദിക്കുന്നു, അതുപോലെ തന്നെ കയ്യെ പറ്റി ചോദിക്കുന്നു. ഇങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെ പറ്റിയിട്ടും ചോദിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കലല്ലേ. ലാസ്റ്റ് 4 മണിയാകുമ്പോഴേക്ക് ഇനി നാളെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ഉറങ്ങുകയും ചെയ്തു. പറഞ്ഞ് ആ കണ്ണെല്ലാം കാണുന്നില്ല ഒരു മാതിരി ഇരിക്കുന്നത്, അമ്മാതിരി ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തെറ്റിദ്ധരിക്കണ്ടട്ടെ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനെ പറ്റിയിട്ട് എന്താ 4 വർത്താനം പറഞ്ഞ് ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്. പിന്നെ ഞാൻ മാത്രം കയറിയിട്ട് അവിടെ പുണ്യാളച്ചനായിട്ടൊന്നും ഒരു കാര്യവും ഇല്ലായിരുന്നു. ഇതെല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അതായത് രേണു കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടും രേണു പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടും അവരെ തെറി പറയാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എന്തോ ഒരു വലിയ ഉത്സാഹം പോലെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് വീട്ടമ്മമാരുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടായി സപ്പോർട്ട് ചെയ്തു മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് പേര് കമൻ്റ് അയക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ മാത്രം ഇവരെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഇനി എൻ്റെ പേരുടെ കാര്യം വന്ന് കയറണ്ട. ഉള്ള കാര്യം പറയാലോ, എന്ത് പറയാനാടോ നല്ലത്. ഇത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീഡിയോയിലും ആൽബത്തിലും എല്ലാം അഭിനയിക്കലുണ്ട്. പക്ഷേ ഇമാതിരി ഇതെന്തോ ഒരു മനുഷ്യന്മാരെ വെറുപ്പിക്കുന്ന തരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്, ക്യാമറയുണ്ട്, അല്ലെങ്കിൽ അവിടെ വേറെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവും ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ക്വാളിറ്റി വേണ്ടേ മനുഷ്യന്മാർക്ക്? ആ ഒരു കൊല്ലസുധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അപമാനിച്ച് മതിയായില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനിങ്ങനെ അപമാനിക്കണം? ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ജോലിയുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീലോ കാര്യങ്ങളോ ഇതൊക്കെ ചെയ്യാം. ഈ 2000, 3000, 5000 വേണ്ടിയിട്ട് ഈ ഒരു മനുഷ്യന്മാരെ മുഴുവൻ പറയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതെന്തോ ഇവർ വലിയൊരു സെലിബ്രിറ്റിയാണ്, ഇവരെന്നെ അങ്ങ് പിന്നെ എന്നാൽ ചമഞ്ഞുകൊണ്ട് നടക്കലാണ്. ഞാൻ എന്തോ ഒരു വലിയ സെലിബ്രിറ്റിയാണ്, പക്ഷെ അതൊന്നും അല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ട് എന്നല്ല, എന്നാലും ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ 24 മണിക്കൂറും ക്യാമറയും എടുത്ത് അവന്മാർ ഓരോരോ കാര്യം ചോദിച്ചിട്ട് വെറുപ്പിക്കുന്നത്, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളോട് വെറുപ്പ് വന്ന് തോന്നൂലേ? നിങ്ങളൊന്ന് പറ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വെറുപ്പില്ലേ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ മടുത്താറുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോ ദിവസം വിചാരിക്കും ഇത് വേണ്ട, ഈ കണ്ടൻറ്റ് വേണ്ടാന്ന് വിചാരിക്കും. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഇത് തന്നെയാണ്. പിന്നെ നമ്മളെന്താ ചെയ്യുക? ജനങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ രേണുവിനെ പറ്റിയിട്ട് അറിയാനും രേണു എവിടെയാണ്, രേണു എന്താണ് എന്നൊക്കെ അറിയാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അത് വേറെ ഒന്നുമല്ല, നെഗറ്റീവിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വലിയ ഇഷ്ടമാണെന്ന്. ഇഷ്ടമുണ്ടായിട്ടല്ല,
അതായത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ വലിയ സമാധാനം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ രേണു ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊഞ്ഞനം കൊത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ഇത് പൂട്ടിക്കെട്ടാനും പോകുന്നില്ല, ഇതിൻ്റെ അകത്ത് ഞാൻ പിന്മാറാനും പോകുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെയ്യടാ എന്നുള്ള രീതിയിലാണ് രേണു ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ ഇതൊന്നും ഞാൻ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഇവരുടെ ജോലിക്കാരോ മറ്റേ കാര്യങ്ങളോ ഉണ്ടായിരുന്നു, അതിലൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. വേറെ ഒന്നുമല്ല, ആ കൊച്ചി ചെറുക്കന് വേണ്ടിയിട്ട്. അവൻ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവന് തല ഉയർത്തി നടക്കണമായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് അവനത് ബാധിക്കുമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു ചെറുക്കനെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പം അവനൊന്നും അറിയില്ല. പക്ഷേ കുറച്ച് പ്രായമാകും അവന് സ്കൂളിൽ പോകും, അവന് കൂട്ടുകാരുണ്ടാകും, കൂട്ടുകാരികളുണ്ടാകും, അതുപോലെ തന്നെ കൂട്ടുകാരുടെ മാതാപിതാക്കൾ ഉണ്ടാകും. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, ഇല്ലെങ്കിൽ നിൻ്റെ അമ്മേൻ്റെ ഫോട്ടോ നീ കണ്ടിട്ടുണ്ടോടാ, അല്ലെങ്കിൽ നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോടാ, ഇങ്ങനെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ടോടാ, നിങ്ങൾ എന്ത് നടീന്നാ പറയാപ്പോൾ, ഏത് സിനിമയിൽ അഭിനയിച്ച നടീന്നാ പറയുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെയും ഇവിടെയും പോയിട്ട് നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ കൃത്യമായിട്ടും അത് നമ്മുടെ ഫാമിലി കാണുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയുക, നമ്മളൊരു ബഹുമാനം തോന്നണം, അതേ വേണ്ടൂ. അല്ലാതെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറ് തന്നെയാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പല തെളിവുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു എന്നല്ല മറ്റ് ചില ആൾക്കാർ ഇതെല്ലാം കണ്ട് നമുക്കതൊന്നും അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലാതെ പിന്നെ നിങ്ങൾ തെളിവ് വരുന്നുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. കാരണം ദുബായ് പോലും കാണാതെ നമ്മൾ പോയിട്ട് ദുബായിലെ കാര്യം എങ്ങനെയാണ് പറയുക നിങ്ങളൊന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അതിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നും എടുക്കാത്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്വർണം കടത്ത്, ആ കടത്ത് എന്നെല്ലാം പറഞ്ഞാൽ അതും നമുക്കറിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി വരുമ്പോൾ ഇവർ ചെക്കിങ് എല്ലാം ഉണ്ടാവില്ലേ, ഉണ്ടാവുന്നത് ഞാൻ കേട്ടതേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെങ്ങനെയാണ് കടത്തുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ കടത്തുന്നവരുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ വെല്ലുവിളിച്ച് കടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുതി ഒന്ന് സൂക്ഷിക്കുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ചതിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പരമാവധി വെല്ലുവിളിക്കാതിരിക്കുക, അതാ നല്ലത്. അതായത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് പോയിക്കോ, പോണ്ടെന്ന് ആരും പറയുന്നില്ല. ആ ചെറുക്കനെ ആലോചിക്കോ, വല്ലപ്പോഴും സുതിയനെ ആലോചിക്കണ്ട. കാരണം അയാൾ കൈവിട്ടു പോയി. കാരണം അയാൾ ഇനിയിപ്പോൾ ഇല്ലല്ലോ, ഇനി അയാളെ ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ആ ചെറുക്കനെ ആലോചിക്കുക. പിന്നെ മൂത്ത ചെറുക്കനെ ഇനി ആലോചിക്കണ്ട, അവൻ്റെ വഴിക്ക് പോട്ടെ, മനസ്സിലായ? പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പരിവാരങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അതാണ്, ആ വീട് സുധീൻ്റെ അല്ലേ, അയാളുടെ അല്ലെങ്കിൽ പിന്നെ എന്നാ ഷീൽഡും അതുപോലെ തന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ അവിടെ നിരത്തി വെക്ക്. ആ ആൾക്കാരോട് എല്ലാവരും പോകാൻ പറ. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടിയ വീട്ടിൽ അയാളുടെ സാധനങ്ങളൊക്കെ വെക്ക്. പിന്നെ ആ ചെറുക്കൻ എപ്പോഴും വരാനും പോകാനും ഉള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ കിടന്നിട്ട് പാവം ആ മനുഷ്യൻ എങ്ങനെയൊക്കെ എന്താ പറയണ്ടേ ജീവിച്ച് നരകിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. അയാൾ പ്രാരാബ്ദവും കടവും മാത്രമായിരുന്നു അയാൾക്ക് എപ്പോഴും പറയാനായിരുന്നു. അന്ന് മുതലേ ഞാൻ അന്വേഷിക്കുന്ന ആര് ഇയാൾക്ക് എന്തെല്ലാം ഇത്ര കടന്ന്. അപ്പോഴും അയാൾ പറയുന്നത് എന്താ, എല്ലാ ചിലവും ഞാനാണ്. ഇപ്പോൾ രേണു പറയുന്നത് അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അയാൾക്ക് പരിപാടിയില്ല, ഒരു ഒലക്കിയില്ലാതാണ്. പക്ഷേ 24 മണിക്കൂറും ചാർമാജിക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനുണ്ട് താനും. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കോ വീഡിയോ എടുക്കോ എന്തോ ചെയ്തോ, ആ കുഞ്ഞിനെ ഒന്ന് ഓർക്കുക, ഒന്ന് ഹൈപ്പ് ചെയ്യണേ. ബൈ ബൈ.